ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കിരണിന്റെ പിറന്നാൾ ആഘോഷപരമായിട്ട് നമ്മുടെ ആരുമില്ലാത്ത അമ്മമാരുടെയും അച്ഛൻ്റെമാരുടെയും കൂടെ നടത്താൻ വേണ്ടി കിരണും കല്യാണിയും തീരുമാനിക്കാട്ടോ. അങ്ങനെ രാവിലെ തന്നെ കിരണും കല്യാണിയും റെഡിയാവുന്നുണ്ട്. ദീപ പറയുന്നുണ്ട്, മക്കൾ അമ്പലത്തിൽ പോവാണോ? അതെ, അമ്മ രാവിലെ തന്നെ പോയി വന്നല്ലോ അല്ലേ? അതെ, ഞാൻ രാവിലെ തന്നെ പോയി വന്നായിരുന്നു. എങ്കിലല്ലേ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനും താരം രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയെന്ന് പറയാണ്. ശരി, നല്ല കാര്യം. അല്ല, ഇന്നെന്താ പിറന്നാളായിട്ട് പരിപാടി എന്ന് താര ആക്ഷനോട് ചോദിക്കുമ്പോൾ കിരൺ പറയണ്ട, അതെ എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്, ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നിട്ട് പറയാം എന്ന് പറയണം. അങ്ങനെ കിരണും കല്യാണം കൂടി അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങും കേട്ടോ. ഈ കാഴ്ചകളൊക്കെ തന്നെ സരി ജനലരികിൽ കൂടെ നോക്കി കാണുവാണ്. അവൻ പോകുന്നുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. അവൻ്റെ അവസാന ബർത്ത്ഡേ ആയിരുന്നു. അവൻ്റെ അടുത്ത വർഷം ഈ ദിവസം അവൻ്റെ അടിയന്തരമായിരിക്കും ആദ്യ ചരമവാർഷികം എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അതിനുശേഷം നമ്മുടെ കിരണും കല്യാണിയും അവിടെ നിന്ന് നേരെ അമ്പലത്തിലേക്ക് പോവാണ്. അവിടെ തൊഴിലിനൊക്കെ ഉണ്ട്. കിരണിന് വേണ്ടി പൂജകളും വഴിപാടുകളൊക്കെ കല്യാണി ചെയ്യുന്നുണ്ട്. കല്യാണി പറയണ്ട, എനിക്ക് എന്തോ പോലെ അതൊരു പേടി പോലെ തോന്നുന്നുണ്ട് കിരണേട്ടാ. നീ എന്തിനാ കല്യാണി പേടിക്കണത്? അതിന് മാത്രം പേടിക്കാൻ എന്താ ഉള്ളത്? വിക്രവും അതുപോലെ തന്നെ പ്രകാശനും പുറത്തിറങ്ങിയതാണോ ഇത്ര പ്രശ്നം? അവരൊക്കെ വലിയ എതിരാളികളാണോ കല്യാണി എന്ന് ചോദിക്കുമ്പോൾ കിരണേട്ടന് അറിയാനിട്ടാ. അവരെ സൂക്ഷിക്കണം. എത്ര പ്രാവശ്യം അവർ കാരണം നമുക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? കിരണേട്ടന് ഓർമ്മയില്ലേ, 2 വർഷങ്ങൾക്ക് മുമ്പ് കിരണേട്ടനെ ഞാനും സഞ്ചരിച്ച വാഹനത്തിന്റെ ബ്രേക്ക് പ്രകാശൻ എന്ന് പറഞ്ഞ ആള് കളഞ്ഞത് ഓർമ്മയില്ലേ? അന്ന് വിക്രമാണ് ആ വണ്ടിയിൽ കയറിയതും അവനാണ് അപകടം പറ്റിയതും. അന്നാണല്ലോ അവന്റെ ശബ്ദം നഷ്ടപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ ആ അപകടം നമുക്ക് സംഭവിക്കേണ്ട അപകടമായിരുന്നു. നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ കല്യാണി, പക്ഷെ അന്നത്തെ പോലെ അല്ല അവരിപ്പോ ഒന്നും കൂടി തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. അവരങ്ങനെ ചാൻസ് ഇല്ല ഒന്നും ചെയ്യാനായിട്ട്. പറയാൻ പറ്റില്ല കേട്ടാ, അവര് പിന്നിൽ നിന്ന് കുത്തുന്ന ആൾക്കാരാണ്, അവര് സൂക്ഷിക്കണമെന്ന് പറയാണ്. സാരില്ല കല്യാണി, ഇന്നൊന്നും സംഭവിക്കില്ല, നീ ടെൻഷൻ അടിക്കല്ലേ എന്ന് പറയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി അമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരും കേട്ടോ. ദീപ് പറയുന്നുണ്ട്, അല്ല ഇന്നെന്താ പരിപാടി എന്ന് ചോദിക്കുകയാണ്. സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിൺമോന്റെ എന്തായാലും അമ്മയും അച്ഛനും ഇവിടെ ഇല്ലല്ലോ, സോണിക്കും വരാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് മാത്രം ചെറിയൊരു സദ്യവട്ടങ്ങളും 2 കൂട്ടം പായസങ്ങളും വെക്കാം എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, ഇന്നൊന്നും ഉണ്ടാക്കണ്ട അമ്മേ, ഇന്ന് നമ്മൾ പോകാൻ പോണത് നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും കൂടിയിട്ടാ ഭക്ഷണം കഴിക്കാന്. പ്രകാശിന്റെ അമ്മയുള്ള സ്ഥലത്തോ? അതെ, മോളുടെ ഐഡിയ ആയിരിക്കും ഇതല്ലേ? ഇവൾക്കിപ്പോ അവരോട് ഒരു ചെറിയൊരു അലിവുണ്ട്, ഒരു ചായവുണ്ടെന്ന് പറയുമ്പോൾ അത് ശരിയാണ് അമ്മ പറഞ്ഞത്. പക്ഷെ ഇവളെന്തിനും പറഞ്ഞതെങ്കിൽ അതിൽ കാര്യം ഉണ്ടാവുമേ. ഒരാളെ മാറിയെന്ന് ഇവൾക്ക് തോന്നുവാണെങ്കിൽ അയാൾ മാറിയിട്ടുണ്ടാവും. ഇവള് പറഞ്ഞ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് മാത്രമല്ല, ഇന്ന് എന്തായാലും നമ്മൾ ഒറ്റയ്ക്കല്ലേ, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മാത്രമായിട്ട് ആഘോഷിക്കണേക്കാളും നല്ലത് ആ അമ്മമാർക്കും അച്ഛന്മാർക്കും നല്ലൊരു സദ്യയും മധുരമൊക്കെ പങ്കുവെക്കാണെങ്കിൽ അതിനേക്കാളും നല്ലൊരു കാര്യമില്ലല്ലോ അമ്മേ. അത് നല്ല കാര്യം അമ്മ പറഞ്ഞത്. എന്നാൽ താരേന്റി നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ എന്ന് കല്യാണം ചോദിക്കുമ്പോൾ പോവാം എന്ന് താരയും പറയുന്നുണ്ട്. അങ്ങനെ അവർ കല്ലുമോനും താരയും അതുപോലെ തന്നെ ദീപയും കല്യാണിയും കിരണും കൂടി രാവിലെ തന്നെ നമ്മുടെ വൃദ്ധസദനത്തിലേക്ക് പോവാട്ടോ. അവിടെയാണെങ്കിൽ രാത്രി തന്നെ ആഘോഷങ്ങളൊക്കെ തുടങ്ങി. എല്ലായിടത്തും പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് ബലൂണൊക്കെ തൂക്കി നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. കിരൺ വരുമ്പോൾ ഞെട്ടണം, അതിനുവേണ്ടി ചെയ്തിരിക്കുക കേട്ടോ. അങ്ങനെ കിരണും കല്യാണിയും കൂടി രാവിലെ തന്നെ അവിടേക്ക് എത്തുന്നുണ്ട്. അവർ ഞെട്ടിപ്പോവുക കേട്ടോ. അവിടുത്തെ അലങ്കാരങ്ങളൊക്കെ കാണുമ്പോൾ നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. പെട്ടെന്നാണ് എല്ലാ അമ്മമാരും കൂടി കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് അവിടെ മുമ്പിലേക്ക് വരുന്നത്. പിറന്നാൾ ആശംസകൾ മോനെ എന്ന് പറഞ്ഞിട്ട് എല്ലാ അമ്മമാരും കൂടി കിരണിന് ചുറ്റും കൂടുവാണ്. പൂക്കൾ കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ അമ്മുമ്മയും ഉണ്ട് കേട്ടോ. അമ്മമ്മയും ഒരു റോസാപ്പൂ നമ്മുടെ കിരണിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. കിരണും സന്തോഷത്തോടു കൂടി തന്നെ അത് വാങ്ങുന്നുണ്ട്. പെട്ടെന്ന് അമ്മമ്മ കൈകൂപ്പി കിരണിന് വഴങ്ങുവാണ്. മോൻ ക്ഷമിക്കണം, ഞാൻ ഒരുപാട് തെറ്റ് മോനോട് ചെയ്തിട്ടുണ്ട്, എല്ലാം ക്ഷമിക്കണം മോനെ എന്നൊക്കെ പറയാണ്. കിരൺ പെട്ടെന്ന് അമ്മമ്മേനെ പറഞ്ഞു സാരമില്ല എന്ന് പറയാണ്. ശേഷം അവരെല്ലാവരും കൂടി ഹോളിലൊക്കെ കിടക്കുകയാണ്. അപ്പം കല്യാണി പറയണ്ട, അയ്യോ ഇത് വമ്പൻ ആഘോഷങ്ങളിലൂടെ ഒരുക്കിയിരിക്കണമെന്ന് പറയുമ്പോൾ പിന്നെ അല്ലാതെ കല്യാണി ഇന്ന് കല്യാണിൻ്റെ അമ്മുമ്മയാണ് ഇവിടുത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്, ഞങ്ങൾ മേൽനോട്ടം വഹിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, എല്ലാം അമ്മുമ്മ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, എനിക്ക് നിർബന്ധമുണ്ട്, ഞാൻ സ്നേഹത്തോടു കൂടി തന്നെ കല്യാണിക്ക് ഇതുവരെ ഭക്ഷണം കൊടുത്തിട്ടില്ല. ഇവളുടെ അമ്മക്കും അങ്ങനെ തന്നെയാണ്. ഇന്ന് ഒരു അവസരം കിട്ടിയിരിക്കണല്ലേ എല്ലാവർക്കും സ്നേഹത്തോടെ കൊടുക്കാൻ, നിങ്ങളുടെ കൂടി ഇരുന്ന് എനിക്കും കഴിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ചു എന്ന് പറയാണ്. അത് ചെയ്താൽ നന്നായി. കിരണിട്ട് അതിനെ കേക്ക് കൊണ്ടുപോകാന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ കല്യാണി വലിയ കേക്ക് തന്നെ കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ കേക്ക് മുമ്പിൽ വെച്ചതിന് ശേഷം എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് മുറിച്ചിട്ട് നമ്മുടെ കിരൺ എല്ലാവർക്കും കൊടുക്കുകയാണ്. കൂട്ടത്തിൽ നമ്മുടെ അമ്മുമ്മക്കും കൊടുക്കുന്നുണ്ട്. അമ്മുമ്മയുടെ കണ്ണ് പെട്ടെന്ന് തന്നെ നിറയാട്ടോ. അമ്മയുടെ കണ്ണ് നിറയുമ്പോൾ കിരണൊക്കെ അമ്മുമ്മേനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ആഘോഷമായിട്ട് പരിപാടിയൊക്കെ നടക്കുകയാണ്. കിരണിനും കല്യാണിക്കും വേണ്ടിയിട്ട് അമ്മമാർ കുറച്ച് പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ശേഷം അവിടേക്ക് വരുവാണ് നമ്മുടെ വിക്രവും പ്രകാശനും കൂടിയിട്ട്. എന്നിവിടെ വമ്പൻ ആഘോഷമാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് വേറെ ഒന്നുമല്ല, കിരണിന്റെ പിറന്നാളല്ലേ അതിന്റെ ആഘോഷമാണ്. കൊള്ളാം, ഇവിടുത്തെ മേൽനോട്ടമൊക്കെ എൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു. അതെ അമ്മൂമ്മക്ക് ഇപ്പം നമ്മളെയൊന്നും വേണ്ടല്ലോ.
കല്യാണി മോള് അവർക്കിപ്പോ കല്യാണി മോളെ മാത്രം മതിയല്ലോ. എന്തായാലും ഈ പരിപാടിയിലൊക്കെ നമുക്കൊന്ന് പങ്കെടുക്കാം എല്ലട വിക്രമേ എന്ന് പറയുമ്പോൾ അതെ അച്ഛ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ കിരണും കല്യാണി പരസ്പരം മുഖത്തോട് നോക്കുന്നുണ്ട്. എന്തോ വലിയ ചതി നടത്താനുള്ള പരിപാടിയാണ് ഇവർക്ക് മനസ്സിലായി കേട്ടോ. അപ്പൊ ഇവരെ തന്നെ വാച്ച് ചെയ്യുവാണ്. ശേഷം സദ്യയും കാര്യങ്ങളൊക്കെ ആവാണ്. സദ്യക്ക് എല്ലാവർക്കും ഇല വിളമ്പുന്നുണ്ട്, സദ്യ കൊടുക്കുന്നുണ്ട്. കിരണും കല്യാണി നമ്മുടെ അമ്മൂമ്മയുടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നത്. ദീപ ഇരിക്കുന്നുണ്ട്, കല്ലുമോൻ, അതുപോലെ തന്നെ നമ്മുടെ താര, എല്ലാവരും കൂടെ അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക കേട്ടോ. ആ സമയത്ത് പ്രകാശം പറഞ്ഞിടാ മോനെ നമുക്ക് നമ്മുടെ ഐഡിയ ഏതാന്ന് പറയുമ്പോൾ നോക്കാച്ച ഇവർ വന്ന മുമ്പ് ഞാൻ ഭക്ഷണത്തിൽ ഇന്ന സാധനം കലക്കിയിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളും അവിടെ ആ ഒരു കുറച്ച് സമയത്തിനോട് തന്നെ വിക്രം ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു പിറന്നാന്ന് പറഞ്ഞത് എന്തൊരു ദുരന്തത്തിൽ തന്നെ അവസാനിക്കുന്ന ഒന്നാണ് കേട്ടോ. അതുകൊണ്ട് 2 ദിവസത്തെ പ്രൊമോ മാത്രമേ നമ്മൾ കാണിച്ചുള്ളൂ. പ്രൊമോ വന്നത് വെള്ളിയാഴ്ച അല്ലായിരുന്നു, ഇന്നലെ ശനിയാഴ്ച ഉച്ചക്കാണ് പ്രൊമോ വന്നത്, വീക്കെൻഡ് പ്രൊമോ. അതിൽ പ്രകാശും വിക്രവും ഭയങ്കര സന്തോഷത്തിലാണെന്നുള്ള ഭാഗം കാണിക്കുന്നുണ്ട്. കിരണും കല്യാണിയും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, ആർക്കൊക്കെ വലിയൊരു അപകടം സംഭവിക്കുന്നുണ്ട്. വിക്രമനും പ്രകാശനും വലിയൊരു ആപത്ത് തന്നെയാണ് ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്, വേറൊന്നല്ല. അങ്ങനെ ആർക്കെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ കിരൺ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കിരൺ ഇതിനെതിരെ പ്രകാശനും വിക്രത്തിനും നല്ല 8ന്റെ പണി തന്നെ കൊടുക്കും. എത്ര പണി കൊടുത്താലും പഠിക്കില്ല. ഇയാളെ മോനെ എങ്ങനെയൊക്കെ ജയിലിൽ കെടുത്തി കഴിഞ്ഞാൽ പിന്നെ പ്രകാശന് വലിയ അപകടകാരിയൊന്നുമല്ല. പിന്നെ ഇന്നലെ ഒരു റീല് കണ്ടിരുന്നു, നമ്മുടെ പ്രകാശ് നമ്മുടെ രാഹുലിനെ കാണാൻ പോകുന്നത്. രാഹുലിനോട് പറയുന്നുണ്ട്, നീ എന്താണെന്ന് ചെയ്തോ, നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഈ പിറന്നാളിന് തൊട്ട് മുമ്പ് കാണിക്കുന്ന ഭാഗമാണ് കേട്ടോ. അപ്പൊ പിറന്നാളിന് എന്തോ ഒരു വലിയൊരു സംഭവം ചെയ്യാൻ വേണ്ടി രാഹുലിന്റെ കൂട്ടുകൂടി പ്രകാശിനെ പിടിക്കുന്നുണ്ട്. അത് പ്രകാരമാണ് പ്രകാശിനും വിക്രവും കൂടി ആ ഒരു വൃദ്ധസദനത്തിലേക്ക് വരുന്നത്. എന്തായിരിക്കും ആ ഭാഗം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് മാത്രമല്ല, സരി ഇവരുടെ കൂടെയൊക്കെ നിന്നിട്ട് ഒരു കാര്യം മറന്നു പോകുന്നുണ്ട്, തന്റെ ഭർത്താവിനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. മനോഹറാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ അവിടെ നിന്ന് ഊരിപ്പോകാൻ നോക്കുന്നുണ്ട്. പക്ഷെ തന്റെ മോളുണ്ടല്ലോ, ആ മോള് നോക്കി മാത്രമാണ് മനോഹർ എവിടെയും പോകാത്തത്. പക്ഷെ മനോഹറിന്റെ മിക്കിയുടെ വിവാഹം ഉറപ്പിക്കുന്ന ഭാഗമുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ സരിയുവിന് വലിയൊരു തിരിച്ചടി കിട്ടാൻ സമയമായിട്ടുണ്ട്. സരിയും പൊട്ടിക്കരയാൻ പോകുവാണ്. കാരണം കിരണിന്റെ പുറകെ നടന്ന് തന്നെ ചതിക്കുന്ന തന്റെ ഭർത്താവിന്റെ ശരിയായ രൂപം മനസ്സിലാക്കാൻ വേണ്ടി സരിയുവിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സരിയു ഒരു വലിയൊരു അടി തന്നെയാണ് കിട്ടാൻ പോണത്. മനോഹർ മിക്കവാറും സരിയുവിനെ ഉപേക്ഷിച്ച് പോകുക തന്നെ ചെയ്യും. അത് ഈ കിരണിനെ കൊല്ലണ തിരക്കിൽ സരിയു അങ്ങോട്ട് ഓടി നടക്കുമ്പോൾ മനോഹർ വേറെ കെട്ടുകയും ചെയ്യും, സരിയുവിനെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും. സരിയുക്കാണെങ്കിൽ പ്രാന്ത് പിടിച്ച് നടക്കുകയും ചെയ്യും. കാരണം കിരണിനെ കല്യാണിക്കൊന്നും സംഭവിക്കില്ല, തന്റെ ജീവിതം നഷ്ടപ്പെട്ടുകയും ചെയ്തല്ലോ. അതൊക്കെ ആലോചിച്ചിട്ട് ശാരിയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, സ്വന്തം മോളെന്ന് വിശ്വസിച്ച സരിയും ഇല്ല, തന്റെ ഭർത്താവാണെങ്കിൽ ഇങ്ങനത്തെ ഒരാള്, മരുമോനാണെങ്കിൽ ഇങ്ങനെ. സരിയുവിനും ഒപ്പം തന്നെ ശാരിക്കും വട്ടുപിടിക്കാൻ തന്നെയാണ് ചാൻസ്. എന്താണ് നല്ല അടിപൊളി ഭാഗമാണ് ഈ ആഴ്ച വരാൻ പോകുന്നത്. പിറന്നാളിലെ പ്രൊമോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അവിടേക്ക് കയറി വരുന്ന വിക്രമിനെയും പ്രകാശിനെയും കാണിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും തന്നെ ആ പ്രൊമോയിൽ എക്സ്ട്രാ ആയിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.